ഇന്ന് തയ്യാറാക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഒരു വലിയ സവാള ചെറുതായി മുറിച്ചതും ചെറിയ 2 തക്കാളി മുറിച്ചതും എടുക്കുക. കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ബട്ടറും ചേർക്കുക. അതിലേക്ക് സവാള ഒന്നിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടനിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതിൻ്റെ പാകത്തിനനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ. ചിക്കൻ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സവാള വഴന്ന് വരണമെന്നില്ല, ഒരു ഹാഫ് മതി. മട്ടൻ വേവുള്ളതായതുകൊണ്ട് അത് നല്ല പാകത്തിന് ആയിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തക്കാളി, മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് ഇളക്കാം. ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ബിരിയാണി മസാലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മട്ടൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ മസാലയൊക്കെ ഒരുപോലെ ആവുന്ന ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് വേവിക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിലേക്ക് പിഴിഞ്ഞെടുക്കാം. മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടാനും ചെറുനാരങ്ങ കഴിക്കുന്നത് നല്ലതാണ്. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, പുതിനയില, മല്ലിച്ചെപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഏലക്കായും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കുക്കർ അടച്ച് വെച്ച് നമ്മൾ ഒരു 5 വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കണം. മട്ടൻ വെന്ത് വരുമ്പോഴേക്കും ബിരിയാണി അരി കഴുകി വെള്ളം വാർത്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് കുതിർത്ത് വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പം മട്ടനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി 2 ഗ്ലാസ് ഇട്ട് കൊടുക്കാം. മട്ടനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതും കൂടെ നോക്കി അതിന് പാകത്തിനനുസരിച്ചാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. ഇതിലേക്ക് ഇനി പട്ടയും ഗ്രാമ്പും കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുനാരങ്ങ ഒരു പകുതി ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കാം. ചെറുനാരങ്ങ നീരൊഴിച്ച് കഴിഞ്ഞാൽ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അതും കൂടെ ചേർത്ത് 2 വിസിലടിച്ച് അടിക്കുന്നവരെ വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആവിയൊക്കെ പോയാൽ കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ചൂടോടെ ബട്ടർ ചേർത്ത് ഇളക്കി കൊടുക്കണം. നേരത്തെ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ കുക്കറിലാവുമ്പോൾ അത് വിസിലടിക്കുമ്പോൾ നന്നായിട്ട് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് തുറന്നതിന് ശേഷം ബട്ടർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നത്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം.
കുറച്ച് സവാള കൂടെ ഒന്ന് വറുത്തെടുക്കണം. സവാള ചെറിയ നൈസാക്കി മുറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അതാണ് വറുത്തെടുക്കുന്നത്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബിരിയാണി നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അരിയൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലി ഇലയും ചേർത്ത് സെർവ് ചെയ്യാം. കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ മട്ടൻ ബിരിയാണിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.